പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചിന്താമരിയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ചിന്താമരിയുടെ റിമാൻഡ് കാലാവധിയും ഇന്ന് അവസാനിക്കും. കഴിഞ്ഞ ദിവസമാണ് അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേന ചിന്താമര ജാമ്യാപേക്ഷ നൽകിയത്. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതി ചിന്താമരിയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. നടപടികളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ആദ്യം തന്നെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചിന്താമരയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ചിന്താമരയുടെ അഭിഭാഷകനായ ജേക്കബ് മാത്യു മുഖേന ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ചിന്താമരയുടെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഈ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നത് എന്നതാണ് പ്രത്യേകത. പ്രധാനമായിട്ടും ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് താൻ ചെയ്തു പോയ ഈ ഒരു തെറ്റുമായി ബന്ധപ്പെട്ട് അത് താൻ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തിട്ടില്ല എന്ന തരത്തിലും സ്വാഭാവികമായിട്ടും തനിക്ക് ഈ ജാമ്യം നൽകണം എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ നേരത്തെ ഈ പ്രതി കുറ്റസമ്മത മൊഴി ഉൾപ്പെടെ നൽകാനൊക്കെ തയ്യാറെടുത്തായിരുന്നു. അതിനിടയ്ക്കായിരുന്നു ഇതേ അഭിഭാഷകൻ മുഖാന്തരം പ്രതി ഇങ്ങനെ കുറ്റസമ്മത മൊഴി നൽകിയാലുള്ള ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ ചിറ്റൂർ കോടതിയിൽ വെച്ച് ചെന്താമരയെ കൊണ്ട് പറയുകയും തുടർന്ന് ചെന്താമര ആ കുറ്റസമ്മത മൊഴി നൽകുന്നതിൽ നിന്ന് പിന്മാറുകയൊക്കെ ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഈ അതേ അഭിഭാഷക മുഖാന്തരമാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. കോടതി ഏതായാലും ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതി ഏതായാലും ഇന്ന് അത് പരിഗണിക്കും.